നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും കഥകൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നോവലിനെ അടിസ്ഥാനപ്പെടുത്തി കേട്ടോ. അങ്ങനെ സാന്ദ്ര കാപ്പി ഊതി കുടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നു വരുവാണ്. അവിടെ റോബർട്ടും അത് കുടിച്ചാനും ജോസൂട്ടിയും മെല്ലിനും എല്ലാവരും ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അലീന മുറ്റുപടിക്കാണ്. സഹായത്തിന് ഷെറിനെയും വിളിച്ചിട്ടുണ്ട്. ഷെറിൻ കുഞ്ഞ് ചൂലുകൊണ്ട് 1-2 വട്ടമൊക്കെ തൂക്കും, പിന്നെ നിവർന്നെന്തോ ആലോചിച്ചൊന്ന് നിൽക്കും. അലീന അരികെ ചെന്ന് തോണ്ടുമ്പോൾ വീണ്ടും മുറ്റം തൂക്കും. അവളെ ദൈനംദിന ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അലീന നടത്തുന്നത്. സാന്ദ്രയെ കണ്ട് അലീന അടുത്തേക്കുന്നു. എങ്ങനെയുണ്ട് കാലിന്? കുറഞ്ഞു. സാന്ദ്ര ചെറിയ ചമ്മലോടെയാണ് പറഞ്ഞത്. ആദ്യം സാന്ദ്ര അലീനയുടെ അടുത്ത് അടുക്കുന്നുണ്ടായിരുന്നില്ല. അവത് കുടിച്ചതിന്റെ മൂത്ത മകന്റെ മോള്. പക്ഷെങ്കില് അവളുടെ കാലൊന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അലീന എത്ര പാവാണ്. ഒരു രാത്രി മൊത്തം അവളുടെ കാലൊക്കെ തിരുമ്മി കൊടുത്ത് ചൂടൊക്കെ പിടിച്ച് അലീന ഇരുന്നു. അപ്പോഴത്തേക്ക് അവളുടെ ആ മനസ്സിലെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അലീന പറഞ്ഞു, കാലിന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. സാന്ദ്ര പെട്ടെന്ന് ചുരിദാറിന്റെ പാന്റ് അല്പം മുകളിലേക്ക് വലിച്ചു. അലീന അവളുടെ കടങ്കാലിൽ കൈയേർത്ത് വെച്ചു. ചെറുതായിട്ടൊന്ന് തലോടി. നീരെല്ലാം പോയല്ലോ. സാന്ദ്ര സമ്മതിച്ചു. അലീന അവളുടെ നേർക്ക് കൈ നീട്ടി. ഫീസ് ചികിത്സയ്ക്ക് പ്രതിഫലം കിട്ടണ്ടേ? ഒന്നെങ്കിൽ ഫീസ്, അല്ലെങ്കിൽ താങ്ക്സ്. രണ്ടും ഒന്നിച്ചു കിട്ടിയ വലിയ സന്തോഷം. സാന്ദ്രയ്ക്ക് ചെറിയൊരു ചമ്മലൊക്കെ തോന്നി. രാവിലെ 8:30 മണിക്ക് ആൽബർട്ടും ഭാര്യ ഷിജിയും കുട്ടികളും ഒരു ജീപ്പ് വന്നു ചേർന്നു. ശനിയാഴ്ച ആയതിനാൽ കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. ജോസോട്ടിയും മിലനും ചേർന്ന് ആൽബർട്ടിന്റെ മക്കളായ റോണിയെയും ഷോബിയെയും അലീനയ്ക്ക് പരിചയപ്പെടുത്തി. റോണി +1 പഠിക്കുന്നത്, ഷോബി 9ാം സ്റ്റാൻഡേർഡിലും. അലീന ഒരു ടൈം ടേബിൾ തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് ശുചീകരണ പ്രവർത്തനമുണ്ട്. 1ാമത്തെ ഇനം വീട് വൃത്തിയാക്കലാണ്. ഭിത്തികളും ഫ്ലോറും എല്ലാം മുഷിഞ്ഞിരിക്കുന്നു. അതെല്ലാം തേച്ച് കഴുകണം. സ്വിച്ച് ബോർഡിലെ സ്വിച്ചുകളിലെ അഴുക്കെല്ലാം വൃത്തിയാക്കണം. ജനലുകള്, വാതിലുകള്, കോണിപ്പടികളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കള വൃത്തിയാക്കി പൂച്ചകളും മറ്റു യഥാസ്ഥാനത്തെല്ലാം വെക്കണം. 12 മണിക്ക് അവസാനിപ്പിച്ചാൽ വന്നപ്പോൾ വീട്ടിലുള്ള ശുചീകരണ പ്രവർത്തനം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പ, ഇവിടെ സേവനവാരമെന്ന് മിലൻ ചിരിയോട് പറഞ്ഞു. എല്ലാവരും ഉച്ചകൊണ്ടിരുന്നപ്പോൾ അലീന ഒരു പ്ലേറ്റ് കൊടുത്ത് അടുക്കളയുടെ മൂലയിലേക്ക് മാറി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാൾ അവിടെ മാറിയിരുന്ന കുട്ടികൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അലീനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കുട്ടികളെല്ലാവരും തങ്ങളുടെ ഭക്ഷണപാത്രമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അലീനയ്ക്കൊപ്പം ഇരുന്നു. അലീന കുട്ടികളെല്ലാം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അവരെവിടെ നിന്നിരുന്ന് നന്നായി. എല്ലാവർക്കും കൂടി ഇരിക്കാൻ എവിടെയാ സ്ഥലം? അവസേപ്പച്ചൻ ആരോടൊന്നില്ലാതെ പറയണേ. അടുക്കളയിൽ നിന്ന് കുട്ടികളുടെ പൊട്ടിച്ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. അതെന്താണെന്നറിയാൻ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയ ആൻസിയും മറൈക്കുട്ടിയും പിന്നെ തിരിച്ചു വന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു ആലപിച്ചാനും അവസാനിപ്പിച്ചാനും. അവളെ ഒറ്റപ്പെടുത്താൻ പോയിട്ട് ഇപ്പം നമ്മളെ ഒറ്റപ്പെട്ടു. പിള്ളേരല്ല അവളുടെ കൂടെ. റോബർട്ട് ജ്യേഷ്ഠന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അത് പറഞ്ഞത്. അടുക്കളയിൽ നിന്നും പൊട്ടിച്ചിരിയുടെ ഒരാളുകൂടി കുതിച്ചെത്തി. അല്ല, അവരവിടെ എന്താ പരിപാടി? മിമിക്രിയാണോ? ആകാംക്ഷ അടക്കാനോ? അത് അലസമയം എഴുന്നേറ്റ് പുറകെ ഷിജിയും. അടുക്കളയിൽ കുട്ടികളെല്ലാം വട്ടത്തിലിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അവരവരുടെ പ്ലേറ്റുകളും ഉണ്ട്. ഇവൻ എന്നാ പൊട്ടനാണെന്നറിയാം അലീന ചേച്ചി. ജോസൂട്ടി മെല്ലിനെ പറ്റി പറയണം. പപ്പ ഇവന്റെ കയ്യിൽ 200 രൂപയും കൊടുത്ത് താറാവിനെ വാങ്ങാൻ വിട്ടു. നല്ല കനമുള്ള ഒരെണ്ണത്തിനെ വാങ്ങണമെന്ന് പ്രത്യേകം പറഞ്ഞയച്ച ഇവൻ പോയിട്ട് വെറും കൈയോടെ തിരിച്ചു വന്നു. അയ്യോ, പുളുവാണെന്നേ. മിമിക്രക്കാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണേ. വിശ്വസിച്ചേക്കല്ല അലീന ചേച്ചി, വിരം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കേട്ടോ അലീന ചേച്ചി, മെല്ലിനെ വകവയ്ക്കാതെയാണ് ജോസൂട്ടി പറയണേ. പപ്പ അവനോട് ചോദിച്ചു താറാവിനെ വാങ്ങിച്ചില്ലെന്ന്. അന്നേരം ഇവൻ പറയാ നല്ല കനമുള്ള താറാവിനെ ഒന്നും കണ്ടില്ലെന്ന്. ഇവൻ ചെന്നപ്പോ കണ്ട താറാവെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമായിരുന്നു. ഇവൻ എന്നെ പൊട്ടന അലീന ചേച്ചി. ചിരിയുടെ ഒരു മാലപ്പടക്കം അടുക്കളയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. ചിരിച്ചിരിച്ച് അലീനയുടെ തൊണ്ടയിൽ ചോറും കറികളും വെക്കി. ശ്വാസം കിട്ടാതെ അല്പം വിഷമിച്ചു. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. റോണി അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു. അതുകൊണ്ട് ജോൺ എഴുന്നേറ്റ് വന്ന് അവളുടെ തലയിൽ പതുക്കെ പിടിച്ചു. ഈ ജോസൂട്ടിയുടെ ഒരു മണ്ടത്തരം കേൾക്കാണ് അലീന ചേച്ചിക്ക്. റോണി ചോദിച്ചു, വേണ്ട മതി മതി, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ. ചിരിച്ചേച്ച് വയറ് വേദനിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അലീന കെഞ്ചി. ഒരു 3:30 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ജോസൂട്ടി ബാറ്റും ബോളും എടുത്ത് റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി. റോണിയും മിലിനും ഷോബി എല്ലാവരും കുറിച്ച് 2 ടീമായിട്ട് കളി തുടങ്ങി. ദീമോളെ ടീമിലെടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് അലീനയെ സമീപിച്ചു. അലീന ഉടൻ സാന്ദ്രയെ ദീമോളെ ഷെറിനെയും കുട്ടി ക്രിക്കറ്റ് കളിക്കുന്നിടത്തേക്കുന്നു. ഞങ്ങളെയും ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവില് ടീമിൽ ഒരു അഴിച്ചുപണി തന്നെ നടത്തി. അവരെല്ലാം കളി ചേരുകയും ചെയ്തു. കളി കഴിഞ്ഞ് വൈകുന്നേരം എല്ലാരും കൂടെ പുരയിടത്തിന്റെ അതിലൂടെ ഒഴുകുന്ന ഒരു തോട്ടിൽ പോയി മീൻപിടുത്തം നടത്തി.
അലീനയുടെ കയ്യിലായിരുന്നു ചൂണ്ട. വെള്ളത്തിലൊരു മീനിന്റെ നിഴൽ കാണുമ്പോഴേക്കും എല്ലാവരും കൂടെ ഒച്ചയിടും, അലീന ചേച്ചി അവിടെ എവിടെയെന്നും പറഞ്ഞുകൊണ്ട്. മീനുകളെല്ലാം ബഹളം കേട്ട് ഓടി ഒളിക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ജോൺ എന്ത് ചെയ്തു? കൂടെ കൂടെ വെള്ളത്തിലേക്ക് കല്ല് വെറുക്കി എറിഞ്ഞ അവറ്റകളെല്ലാം ഓടിച്ചുകൊണ്ടിരുന്നു. അലീനയുടെ ചൂണ്ടയിലാണെങ്കിലോ ഒരൊറ്റ മീൻ പോലും കൊത്തിയതുമില്ല. ഒടുവില് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ എല്ലാരും ആട്ടിത്തെളിച്ച് അലീന വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാത്രി അലീന കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയുമ്പോ റൂമിന് മുന്നിലെ അവിടെ സാന്ദ്ര കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ബാക്കിയുള്ളവരൊക്കെ അവിടെ TV കാണോ? നിനക്ക് എന്ത് പറ്റി? അതെ, ഞാൻ അലീന ചേച്ചിയോട് ഒരു സോറി പറയാൻ വന്ന. സാന്ദ്രയുടെ സ്വരത്തില് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആഹാ, എനിക്ക് വേഗം പറ, എനിക്ക് സോറി പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാ. അലീന ഒരു ചിരിയോട് കൂടിയിട്ടാ പറയണേ. അലീന ചേച്ചി എന്താ എന്നെ കളിയാക്കുവാണോ? ഇല്ലടി, നീ പറഞ്ഞോ? അലീന പിന്നെയും ചിരിച്ചു. ഇല്ല. സാന്ദ്രയ്ക്ക് ആപ്പടെ ഒരു പരിവുമായി. അലീന ചെന്ന് അവളുടെ തോളത്ത് പിടിച്ചു. എന്നാലേ നിനക്ക് വേണ്ടിയിട്ട് ആ സോറി കൂടി ഞാനങ്ങ് പറയാം. അലീന ചേച്ചിയുടെ അടുത്ത് ഇന്നലെ ഞാൻ വലിയ ഗമ കാണിച്ചു മിണ്ടാൻ നടന്നതിന് സോറി. പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, അതിന് സോറി. ഏത് ക്ലാസ്സിലാ പഠിക്കണേന്ന് ചോദിച്ചപ്പോ മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി, അതിന് സോറി. മതിയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? സാന്ദ്രയുടെ കണ്ണുകളില് ഇത്തിരി നീർപ്പോളയുടെ തിളക്കം കാണാനായി. അലീന അവളുടെ ചിരസിലും കവിളിലും ഒക്കെ തലോടി. സാരമില്ല കേട്ടോ. അലീന ചേച്ചിക്ക് എന്റെ അടുത്ത് പണക്കമുണ്ടോ? ഇല്ലടി, നീ എന്റെ അനുജത്തിയല്ലേ, അറിയാതെയല്ലേ എന്നോട് ദേഷ്യം കാണിച്ചേ. ഇപ്പൊ അതിന്റെ ഇരട്ടി ഇഷ്ടം നീ എനിക്ക് തന്നില്ലേ, അത്രയും മതി. സോറി ഒന്നും പറയണ്ട കേട്ടോ. അലീനെ അവളെ ആശ്വസിപ്പിച്ചു. സാന്ദ്ര മുഖം അടുപ്പിച്ച് അവളുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് പിന്തിരിഞ്ഞൊരു ഒറ്റ ഓട്ടം. അലീനയ്ക്ക് സന്തോഷമായി. അലീനെ അവള് പോകുന്നത് നോക്കി നിൽക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ അവസായപ്പച്ചനും റോബർട്ടും ഒക്കെ കൈ കഴുകി വന്നു. ഊണുമേശയിൽ ഒറ്റയാള് പോലും ഇല്ല. ഭക്ഷണം വിളമ്പാനെത്തി ആൻസിയുടെ അവസായപ്പച്ചൻ ചോദിച്ചു, എല്ലാവരും ഇത് എവിടെ പോയി? അടുക്കളയിലെ ബഹളം കേട്ടില്ലേ? പിള്ളേരല്ല അവിടെയാ, ഹലീനയുടെ കൂടെ. എവിടെ വത്സമേ ഷിജിയും? അവരും ആ കൂടെ ചേർന്ന് ആൻസി പറഞ്ഞു. എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി. ആൻസി രംഗത്ത് നിന്ന് പോയി. ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഇരുന്നു. കൊടുക്കാൻ നമ്മുടെ മക്കളും ഭാര്യയെ അവള് കൊളുത്തോപ്പഴേക്ക് കടത്തിക്കൊണ്ട് പോവോ? ആൽബർട്ട് ആരോടെന്നില്ലാതെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അവൾക്ക് യോഗ്യതയില്ല, അംഗീകരിക്കില്ല എന്നെല്ലാം പറഞ്ഞത്. റോബർട്ട് പറഞ്ഞു, നീ വലിയ കേമനൊന്നും വേണ്ട, നീ ഉണ്ടായിരുന്നല്ലോ ആദ്യം മുതൽ ഞങ്ങളുടെ കൂടെ. നിന്റെ ആൻസിയുടെ ശൗര്യമൊക്കെ എവിടെ പോയി? ഔസേപ്പച്ചായ, നമ്മൾ ഈ പെണ്ണുങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്തേക്കരുത്. നമ്മൾ ഓരോ കുഴി ചാടിച്ചിട്ട് അവര് മാറി നിന്ന് കളയും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ ലാലിച്ചായം കുളത്തോപ്പഴന്ന് കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിരിക്കുകയെന്നും പറഞ്ഞ് എന്തായിരുന്നു ഇവളുടെ തലയണ മന്ത്രം. നമ്മളെല്ലാരും കൂടെ കുളത്തോപ്പഴ ചെന്ന് അവളെ അവിടുന്ന് ഇറക്കി വിടണമെന്നായിരുന്നൊരു ഡിമാൻഡ്. ശരിയാ, വാസ്തവം. അവസാനിപ്പച്ചൻ അത് ശരിവെച്ചു. നമ്മൾ അങ്ങനെ ചെയ്യാത്തതിന്റെ പേരില് നമ്മളെ ആണത്തമില്ലാത്തവരെന്നും നട്ടലില്ലാത്തവരെന്നും ലാലിച്ചാന്റെ പേര് കേൾക്കുമ്പോ കാലുമുട്ട് മുറിക്കുന്നവരാണെന്നൊക്കെ വിളിച്ച് കുറെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്താ. ഇപ്പൊ കണ്ടോ, അതെല്ലാം മറന്ന് നമ്മളെ പാതി വഴിക്കിട്ടിട്ട് അവരെല്ലാരും കൂടെ ഒത്തുകൂടി. ഇനി നമ്മുടെ മക്കള് നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതങ്ങോട്ട് പരിഹരിക്കുന്ന ബുദ്ധി എന്ന് ആൽബർട്ട് പറഞ്ഞു. എങ്ങനെ പരിഹരിക്കും? അവസാനിപ്പിച്ചതിന് സംശയമായി. റോബിച്ച, നീ ചെന്ന് അവളോട് പറ, ഇവിടെ വന്നിരുന്ന് കഴിച്ചോളെ, നമുക്കെല്ലാവർക്കും സമ്മതമാണെന്ന്, നമുക്ക് ആർക്കും ഒരു വിരോധം ഇല്ലെന്ന്. ആൽബർട്ടാണത് പറഞ്ഞ്. ആഹാ, അങ്ങനെ എന്നെ വലിയ ആടാക്കണ്ട, കടിച്ച പാമ്പ് തന്നെ വിഷം വറുക്കാൻ നല്ലത്. നിങ്ങൾ തന്നെ ചെന്ന് വിളിച്ചാ മതി. നീ പിന്നെ ആരാ, കടിക്കാത്ത പാമ്പാണോ? നീയോ ആദ്യം മുതലേ അവൾക്കെതിരായിട്ട് നിന്നവനല്ലേടാ. അവസാനിപ്പച്ചനും വിട്ടുകൊടുത്തില്ല. ഞാൻ പക്ഷേ അവളോട് മോശമായിട്ട് ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ആഹാ, അങ്ങനെ അവനും മിടുക്കനെ. ഇനി നമ്മൾ രണ്ടുപേരെയുള്ള അവസാനിപ്പിച്ചായ, ആൽബർട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവളുടെ കാല് പിടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അവസാനിപ്പച്ചനും കീഴടങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ അത്താഴത്തിന് ശേഷം കുട്ടികളെല്ലാം അലീനയുടെ റൂമിൽ ഒത്തുകൂടി. ആൻസി, ഷിജിയും വത്സമയും അവിടെ എത്തി. അലീനയുടെ നേതൃത്വത്തിൽ ചില കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ദീമോളുടെ ഡാൻസ്, സാന്ദ്രയുടെ പാട്ട്, റോണിയുടെ മിമിക്രി, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അതിനിടെ കളിയാക്കലുകളും തമാശകളും ചിരിയും അത് കുട്ടിച്ചാനും ഉണ്ട് കൂട്ടത്തില്. 11 മണിക്ക് ആയപ്പോഴത്തേനും അവസാനിപ്പച്ചൻ വാതുക്കൽ വന്ന് നോക്കി. തറയിലെമ്പാടും ഇട്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഇന്ന് അലീനയുടെ മുറിയിലാണ് കിടപ്പ്. അലീനയും ദീമോളും ജോണും എല്ലാം മുറിയുടെ നടുവിലിട്ട് ബെഡിൽ കിടക്കുന്നു. ബാക്കിയുള്ളവർ അതിന് ചുറ്റിലും മുറിയിലുണ്ടായിരുന്ന കട്ടിൽ ഭിത്തിയോട് ചേർത്ത് യാരി വെച്ചിരിക്കുന്നു. അവസാനിപ്പച്ചൻ വത്സമയെ വിളിച്ചുകൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. ഉറങ്ങാൻ കിടക്കും വത്സമയ അയാളോട് ചോദിച്ചു,
നിങ്ങളുടെ ചേട്ടന്റെ ഭാഗ്യം കേട്ടോ ഇങ്ങനൊരു മോളെ കിട്ടിയത്. നീ ആരുടെ കാര്യം പറയണേ? അലീനയുടെ. ഓ, എങ്ങനെ തോന്നി അതിനെ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ? നീ പറയുന്നത് കേട്ടാ തോന്നി ഞാനാണത് ചെയ്യുന്നത്. ആര് ചെയ്താലും ഉണ്ടല്ലോ ഈ വീട്ടിലുള്ളവർക്കും അതിലൊരു പങ്കുണ്ടല്ലേ? ആർക്കൊക്കെ പങ്കുണ്ടെന്ന് അപ്പച്ചോടെ എന്ന് ചോദിക്കും. ആർക്കൊക്കെ പങ്കുണ്ടായാലും ഇല്ലെങ്കിലും ഈ കുടുംബം മുഴുവൻ അവളോട് ക്ഷമ ചോദിക്കണം. അത്ര ഭയങ്കര തെറ്റാ നിങ്ങളൊക്കെ ചെയ്തേ. അല്ല, നിനക്കെന്നു മുതൽ ഈ ബോധോദയം ഉണ്ടായത്? മുമ്പെങ്ങും ഇല്ലായിരുന്നല്ലോ. ഇങ്ങനെയൊന്നും നീ പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അത് തെറ്റായെന്ന് കണ്ടപ്പോ ഞാൻ തിരുത്തിയില്ലേ? അതുപോലെ തിരുത്തണമെന്നാ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ച ചേട്ടന്റെ സ്വത്ത് കണ്ടിട്ട് അതിൽ നിന്ന് വല്ലതും കിട്ടുമോന്നറിയാനായിട്ട് പറ്റിക്കൂടിയതാണെന്നാ. ഇപ്പം മനസ്സിലായി അവൾക്ക് നമ്മുടേതൊന്നും വേണ്ട, അവളുടെ കയ്യിലുള്ളതും കൂടെ ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഔസേപ്പച്ചനൊന്നും മിണ്ടാതെ കിടന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് വത്സമ്മ തുടർന്ന് പറഞ്ഞു, അതെ, നമ്മുടെ സാന്ദ്രമോൾ ഇന്നലെ മുഴുവൻ അലീനയോടും മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടന്ന. പേര് ചോദിച്ചിട്ട് പോലും പറഞ്ഞില്ല. അല്ലെങ്കിലും അഹങ്കാരത്തിന്റെ പൊങ്ങച്ചന്റെ കാര്യത്തിൽ അവള് അപ്പനോട് കിടപിടിക്കാൻ അവൾ ഒറ്റയെടുത്തല്ലേ ഉള്ളൂ. നമ്മുടെ 3 മക്കളില് ഔസേപ്പച്ച മുഖം തിരിച്ച് രൂക്ഷമായിട്ട് ഭാര്യ ഒന്ന് നോക്കി. അതെന്താടി വത്സമ്മേ? അതിനിടയ്ക്ക് എനിക്കിട്ടും കൂടി ഒരു തൂത്ത്. ഓ, ഞാനുള്ള കാര്യം പറഞ്ഞതാ. എന്നിട്ടും നമ്മുടെ മോള് ചെന്ന് അലീനോട് അടുത്ത് ക്ഷമ പറഞ്ഞു. ഇപ്പൊ അവര് തമ്മിൽ ഏറ്റവും വലിയ കൂട്ട്. ഇന്ന് ആൻസിനോട് പറയുമായിരുന്നു, അലീന വന്ന ദിവസം അവളോട് മോശമായിട്ട് പെരുമാറിയില്ലെന്ന് ഓർത്തിട്ട് മനസ്സിലൊരു വല്ലായ്മയെന്ന്. അവളോടും പറ അലീനയുടെ അടുത്ത് എന്ന് ക്ഷമ പറയാനായിട്ട്. അവളല്ല, നിങ്ങൾ ആദ്യം പറയേണ്ടത്. ആൽബി നിങ്ങളും കൂടിയല്ലേ അവള് ഊണുമേശയെന്ന് വിലക്കിയത്. അവൾക്ക് നമ്മുടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഇല്ലെന്നും പറഞ്ഞു. ആ പെങ്കൊച്ചായതുകൊണ്ടല്ലേ അതങ്ങ് സമ്മതിച്ചത്. ഒരുമാതിരി ജോലിക്കാരികളെ പോലെ അടുക്കള കുത്തിയിരുന്ന് ഭക്ഷണം കഴിച്ചേ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പ തന്നെ ചേട്ടനെ വിളിച്ചു വരുത്തി ഇവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയനും. അത് പോട്ടെ, യോഗ്യത ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നമ്മുടെ മക്കളെല്ലാം യോഗ്യത ഇല്ലാത്തവളുടെ കൂടെ ചേർന്നു. അവള് കുട്ടികളെല്ലാം വശത്താക്കിയെടുത്തിന് ബാക്കിയുള്ളവരെന്ത് വിളിച്ചു? ഓ, എങ്ങനെ വശത്താക്കി? അവൾക്ക് എന്തൊരു സ്നേഹം ഔസേപ്പച്ചായ അവരോടെല്ലാം. സ്നേഹിക്കാത്തവരെ കുട്ടികൾക്ക് തിരിച്ചറിയാം. അവളോട് ഇഷ്ടക്കേട് കാണിച്ചവരുടെ മക്കളാണെന്നൊരു ചിന്ത പോലും അവൾക്കില്ലല്ലോ. സാന്ദ്രമുള്ള സ്വഭാവം അറിയാലോ. അനുസരണക്കേട് കാട്ടാനും തർക്കുത്തരം പറയാനും ഇത്രയും ഇടുക്കി. ആൽബിയുടെ റോബിച്ചന്റെ റെനിക്കുട്ടനും എന്തൊരു വഴക്കളികളാ. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, അലീനയുടെ അടുത്ത് എല്ലാവരും അനുസരണയുള്ള പൂച്ചക്കുട്ടികളായി. അവർക്ക് അവരുടെ കാൽ ചൂട്ടി മാറുക പോലും വേണ്ട. വത്സമ്മ പറയുന്ന എല്ലാ സത്യമാണെന്ന് ഔസേപ്പച്ചനും അറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാറ് വൈമനസ്യം. നീ കിടന്നുറങ്ങാൻ നോക്കു വത്സമ്മേ, മണി 12 ആവുന്നു. ഔസേപ്പച്ചൻ വിഷയം മാറ്റാന് തുടങ്ങി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ അച്ചായ. ഇനിയെങ്കിലും ആ പെൺകൊച്ചിനെ വിളിച്ച് ഡൈനിങ് റൂമിലെടുത്ത്. അല്ലെങ്കിൽ ഒന്ന് ഭയങ്കര മോശമാട്ടോ. നമ്മുടെ തന്നെ മക്കള് നേരെ നിന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മറുപടി പറയും. അതിന് മറുപടി പറയാതെ ഔസേപ്പച്ചൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അപ്പുറത്ത് അലീനയുടെ മുറിയിൽ നിന്നും കുട്ടികളുടെ സംസാരവും ചിരിയും എല്ലാം അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഔസേപ്പച്ചൻ്റെ ഒരു കാര്യം മനസ്സിലായി. അലീന അന്യയല്ല, ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. അവളെ ഇനി അകറ്റി നിർത്താൻ പറ്റില്ല. അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പണി തങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. അവളെ ഓടിക്കാനായിട്ട് വന്ന, പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല. അവളെല്ലാരെയും കയ്യിലെടുത്തു കഴിഞ്ഞു. കുട്ടികളും തന്റെ ഭാര്യ പോലും ഇപ്പൊ അവളോടൊപ്പം ആയിരിക്കുക. അവളുടെ മുന്നില് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഔസേപ്പച്ചന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അങ്ങനെ അലീനെ ഓരോരുത്തരായിട്ട് കയ്യിലെടുത്തോണ്ടിരിക്കുക. അങ്ങനെ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയും. പക്ഷെ എന്നാലും വെട്ടാൻ വരുന്ന പോത്തിനെ വരെ അലീനെ മയക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.